ബാലറ്റ് റൈഡിൽ നമ്മുടെ യാത്ര കോട്ടയം ജില്ലയിൽ തുടരുകയാണ്. ഞാനിപ്പോഴുള്ളത് ശ്രീ വൈക്കം വിശ്വൻ സഖാവിൻ്റെ അടുത്താണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ടെലിവിഷൻ വഴിയൊക്കെ സ്ഥിരം അറിയുന്നുണ്ടാവുമല്ലോ. TV കാണാം, അതുകൊണ്ട് മനസ്സിലാകും. സ്ഥാനാർത്ഥികളൊക്കെ വന്നോ ഇവിടെ വന്ന് കണ്ട് സഖാവിനെ വന്ന് കണ്ടുപോയോ? ഇവിടുത്തെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഞാനിരിക്കുമ്പോൾ ഞങ്ങളുടെ ജില്ലയുടെ മറ്റ് പ്രദേശങ്ങളിൽ ഉള്ളവർ വരും, പ്രത്യേകിച്ച് വൈക്കം മേഖല അതെല്ലാം വരും. കഴിഞ്ഞ തവണ സ്വാഭാവികമായിട്ടും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ LDF സാധിച്ചു. അതേ മുന്നേറ്റം തുടരാനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലവിൽ കേരളത്തിലുണ്ട് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോഴും ഞങ്ങളുടെ ഈ പഞ്ചായത്ത് അടക്കം എല്ലാം തന്നെ മുമ്പുള്ളതിനേക്കാൾ മെച്ചപ്പെടുത്തിയില്ല. പ്രാദേശിക സർക്കാരുകൾ, പ്രാദേശിക ഭരണകൂടങ്ങൾ നടപ്പാക്കുന്ന പദ്ധതികൾ, അതിനപ്പുറത്തേക്ക് സംസ്ഥാന തലത്തിൽ ഇപ്പോൾ സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ ഒരു വശത്തുണ്ട്. സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്ന PM ശ്രീ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതേതെങ്കിലും രീതിയിൽ LDFൻ്റെ വിജയത്തെ ബാധിക്കുന്ന രീതിയിൽ വരില്ല. ശബരിമലയിൽ ഒരു സംഭവിക്കാത്തത് സംഭവിച്ചിട്ടുണ്ട്. അതിന് ശക്തിയായി കോടതി ഇടപെട്ടിട്ടുണ്ട്. കോടതിയുടെ ഇടപെടലിനനുസരിച്ച് ഗവൺമെൻറ് അതിന് പൂർണ്ണമായ പിന്തുണ കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള റിസർവേഷൻ എടുത്തിട്ടില്ല. സഖാവ് LDF കൺവീനർ ആയിരുന്ന സമയത്ത് നമ്മൾ CPM-ഉം CPI-യും തമ്മിൽ ഏതെങ്കിലും വിഷയത്തിൽ ചില പ്രയാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാൽ അത് പുറത്തേക്ക് എത്താറില്ലായിരുന്നു, അത് അവിടെ തന്നെ തീരുമായിരുന്നു. പക്ഷേ ഈ PM ശ്രീയിൽ ഒന്ന് പിടിവിട്ടു പോയോ? ഇപ്പം ഞാൻ കൺവീനറായിരിക്കുന്ന സമയത്തും പല അഭിപ്രായ വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട്. CPI-യുടെ ആണെങ്കിലും വരും. അത് പ്രത്യേകിച്ച് വെളിമൊക്കെ ആണെങ്കിൽ രൂക്ഷമായി പറയും. പക്ഷെ അത് അഭിപ്രായം ഉയർന്നു വരും. തമ്മി യോജിക്കാവുന്ന സ്ഥിതി കാര്യങ്ങൾ പിന്നീട് ഉയർന്നു വരും. അത് പരിഹരിക്കും. നമ്മളെ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം വളരെ സജീവമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്താ ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. അത് ന്യായീകരിക്കാനും ആളുണ്ടാകും, മനസ്സിലാവുന്നുമില്ല. കാരണം നമ്മൾ എത്രയോ കാലം കൊണ്ടാണ് ഇതൊക്കെ മാറ്റുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ ജീവിത രീതിയിൽ വന്ന മാറ്റം എന്താണ്? മനുഷ്യൻ എന്ന രീതിയിലുള്ള പൂർണ്ണതയിലോട്ട് എത്താനുള്ള ഒരു നീക്കങ്ങൾ വരുമ്പോൾ ഇത്തരം വൃത്തികേടുകൾ ഒരു മടിയില്ലാതെ ചെയ്യും. VS ഇല്ലാത്ത കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. മുമ്പ് EM പോയി, AKG പോയി, നായനാർ പോയി. അപ്പോൾ അവരുടെ എല്ലാ അഭാവങ്ങൾ പരിഹരിച്ചുകൊണ്ട് സാമൂഹ്യ രംഗത്ത് വരേണ്ട മാറ്റങ്ങൾ പ്രസ്ഥാനത്തിനെ ആ രീതി കരുത്തുള്ളതാക്കി മാറ്റും. അതുകൊണ്ട് ഈ അഭാവം, ആ സഖാവിൻ്റെ സാന്നിധ്യം കൊണ്ടുണ്ടാകേണ്ട അനുഭവങ്ങളില്ല. നേരെ മറിച്ച് അവരുൾപ്പെടെയുള്ളവർ വളർത്തിക്കൊണ്ടുവന്നത് ഒരു വിടവല്ല അഭാവം, മറിച്ച് അവരുടെ പ്രവർത്തനം കൊണ്ട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ എന്നാ സഖാവേ, വളരെ സന്തോഷം. ഞങ്ങൾ യാത്ര തുടരുകയാണ്. കണ്ടതിന് ഭയങ്കര വലിയ സന്തോഷം തോന്നുന്നു.